സാർ ഈ താരിഫ് പിന്നെ എന്താ കുറച്ചു എന്നാണ് ഇപ്പോ അമേരിക്ക നമ്മുടെ ഇന്ത്യയുടെ താരിഫ് കുറച്ച് 18% എന്നൊക്കെ പറയുന്നത്. പ്രതിപക്ഷം കിടന്ന് തിളച്ചു മറിയുകയാണ്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ കീഴടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് KC ഒക്കെ പറയുന്നത് കേട്ടു, എന്നാ പിന്നെ ട്രംപിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി കൂടെ എന്നൊക്കെ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ട്രംപ് എന്ത് പറയുന്ന അതുപോലെ, കാരണം നേരത്തെ ട്രംപ് ഇന്ത്യൻ ഡെറ്റ് എക്കോണമി എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അത് ഏറ്റുവിളിച്ച ഒരാളാണ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അപ്പോ ഇത്തരത്തിൽ ഈ ട്രംപിന്റെ സോഷ്യൽ മീഡിയയിൽ ട്രംപിന് തോന്നുന്ന എന്തെങ്കിലും ഇട്ടാൽ അത് ഇന്ത്യ അംഗീകരിക്കണമെന്നുണ്ടോ? ഇല്ല, അതിന് വ്യാപാര കരാർ 7 റൗണ്ട് ചർച്ച കഴിഞ്ഞു. അത് വ്യാപാര കരാർ ഒപ്പിട്ടിട്ടില്ല. ഇന്നലെ ട്രംപ് പറഞ്ഞത് നമ്മുടെ താരിഫ് ഏതാണ്ട് 19%, 18% കുറച്ചിരിക്കുന്നു. അപ്പൊ അതിനും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിന്റെ വ്യക്തത വന്നിട്ടുണ്ട്. നമുക്ക് 20% താരിഫ് ഉണ്ടായിരുന്നു, അത് 50% അത് ഇറാനുമായിട്ട് വരുവാണെങ്കിൽ 75% വേണ്ടി വന്നാൽ ഈ പാർലമെന്റിൽ 500% താരിഫിന് വേണ്ടി ഒരു ബില്ല് വരെ പാസ്സാക്കിയായിരുന്നു. റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം അല്ലെങ്കിൽ ആ ബന്ധം ഇന്ത്യയുടേത് പോക്കണം എന്നുള്ളതാണല്ലോ താരിഫ്. ഇദ്ദേഹം ഈ താരിഫ് യുദ്ധം കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങിയതാണ്. അന്നേരം താരിഫ് യുദ്ധം മിക്കവാറുള്ള രാജ്യങ്ങളുമായിട്ടെല്ലാം താരിഫ് ഉണ്ടായിരുന്നു. അതിനകത്ത് താരിഫ് കുറവുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടൻ അത് 10% ഉള്ളായിരുന്നു. അതൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമായിരുന്നു. പിന്നെ EU 15%, ജപ്പാൻ 15%, കാനഡ നമ്മളെ പുള്ളി അത് മേടിക്കാൻ അല്ലെങ്കിൽ കൂടെ ആക്കാൻ നിൽക്കുകയാണ്, അതിന് 35%. അപ്പം ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ കുറവായിട്ടുള്ള താരിഫ് ഇയാൾ ഇന്ന് രാവിലെ ട്രൂത്തിനകത്ത് പറഞ്ഞിരിക്കുക 18% കുറച്ചപ്പോൾ നമ്മൾക്ക് അവിടോട്ടുള്ള കയറ്റുമതി ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മറികടന്ന് തുണിയും അല്ലെങ്കിൽ മത്സ്യോൽപ്പന്നങ്ങളും ഒക്കെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ അവർക്കിപ്പോൾ അടിയാകും. കാരണം നമ്മുടെ സാധനം ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സാധനത്തിന് കൂടുതൽ വിലയും മാർക്കറ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഇദ്ദേഹം ഇന്നലെ പറഞ്ഞതിനകത്ത് വ്യക്തത വരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്നലെ അത് പറഞ്ഞിരിക്കുന്നത് മോദി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് താരിഫ് കുറച്ചതിനകത്ത് നന്ദി, വേറെ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി അന്നും ഇന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ ഇന്നലെ അദ്ദേഹം ട്വീറ്റ് ചെയ്തതിനകത്ത് പുള്ളി പറഞ്ഞിട്ട് 50,000 US ബില്യൺ 500 ബില്യൺ വ്യാപാരം, അതായത് ഇറക്കുമതി, ഇതുവരെ 50 ബില്യനാണ് നടന്നത്. 500 ബില്യൺ ഇറക്കുമതി ഇന്ത്യയിലേക്ക് വരുത്തും എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായ കാര്യമാണ്. അത് അനുവദിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെയും പാലിന്റെയും വിപണി തുറന്നിട്ടിരിക്കുന്നു. നമ്മുടെ ആളത് പുള്ളിയാ തുറന്നിട്ടത്, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. തുറന്നിട്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അത് തുറന്നിട്ടോന്ന് അറിയില്ല. റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തി, വെനിസ്വേലയുമായിട്ടുള്ള എണ്ണ വ്യാപാരം തുടങ്ങാമെന്ന് അനുവദിച്ചു. ഇതിപ്പോൾ 3ാമത്തെ വട്ടം റഷ്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം നിർത്തിയെന്ന് ഇന്ത്യ പറഞ്ഞുകൊണ്ട് പുള്ളി അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ കൊച്ചാട്ടൻ പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യ പറയുന്നതല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെ പറ്റിയും പുള്ളി രാവിലെ എണീറ്റിരുന്ന് പുള്ളിയുടെ മൂഡനുസരിച്ച് കാര്യം പറയുന്നത്, ഇന്ത്യയുടെ കാര്യം പറയുന്നതും ഇന്ത്യയുടെ കാര്യം തീരുമാനിക്കുന്നതും നരേന്ദ്രമോദിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുവരെ വ്യാപാര കരാർ ഒപ്പിടും എന്ന് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, ഒപ്പിട്ടിട്ടില്ല. പിന്നെ മാത്രവുമല്ല, ഇപ്പം ഈ മുട്ടിലഴയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മൈപ്രണ്ടിന്റെ സ്നേഹമല്ല, ഇന്ത്യ വളരെ വൃത്തിയായിട്ട് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 17% കയറ്റുമതി ഉണ്ടായിരുന്ന ഏക രാജ്യം അല്ലെങ്കിൽ കയറ്റുമതി ഉണ്ടായിരുന്ന രാജ്യം അമേരിക്ക. നമുക്ക് ഏതാണ്ട് 212 കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ ബില്യൺ ഡോളറിന്റെ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ആ കൂടുതൽ 175 ബില്യൺ ഡോളറിന്റെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ കയറ്റുമതി, ബാക്കി അവരുടെ ഇറക്കുമതിയാണ്. അപ്പൊ ഇതിനകത്ത് സേവന മേഖല എല്ലാ മേഖലയും ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് നേട്ടമില്ലെന്ന് പറയുന്നത് നമുക്ക് നേട്ടമായിരുന്നു. ഈ പറയുന്നത് പോലെ നമുക്ക് ഇതിനകത്ത് കുഴപ്പമൊന്നും, പക്ഷെ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ പരമാധികാരത്തെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിരട്ടി കീഴ്പ്പെടുത്താമെന്ന് അമേരിക്ക അവലംബിച്ചിരുന്ന വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരുപക്ഷെ റഷ്യയുമായിട്ടുള്ള കരാർ നിർത്തിയിട്ട് അമേരിക്കയുമായിട്ടുള്ള കരാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ക്രൂഡ് ഓയിൽ കരാറല്ലല്ലോ റഷ്യയുമായിട്ടുള്ളത്. ആഭ്യന്തര കരാറുണ്ട്, ആയുധ കരാറുകളുണ്ട്, വളരെ ദീർഘമായിട്ടുള്ള ബന്ധമുണ്ട്, പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്, നാളെയും അത് തുടരും. ചൈനയുടെ കൂട്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ കൂട്ടോ ആ ബന്ധത്തിനകത്ത് സത്യസന്ധത ഇല്ലായ്മയൊന്നുമില്ല, വിശ്വസിക്കാവുന്ന പാർട്ണറാണ്. അപ്പോൾ അത് വന്നപ്പോൾ നമുക്കത് വിട്ടുപോകാം, അല്ലെങ്കിൽ ആ വിരട്ടിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കയറ്റുമതിക്കകത്ത് നമ്മുടെ GDP ഗ്രോത്തിനകത്തും ഒക്കെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാം. അപ്പം നമുക്ക് മറുമരുന്ന് കണ്ടേ മതിയാവത്തുള്ളായിരുന്നു. നമ്മൾ മറുമരുന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി അടിച്ചത് അമേരിക്കയുടെ മടയിലാണ്.
ഏറ്റവും അവസാനം യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാറുണ്ടാക്കിയില്ലേ? യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാറുണ്ടാക്കുമ്പം യൂറോപ്യൻ യൂണിയന്റെ കയറ്റുമതി ഈ പറയുന്നത് പോലെ അമേരിക്കയോട് സമമായിട്ട് വരും. ഇപ്പൊ പുതിയ കരാർ അനുസരിച്ച് ഈ അമേരിക്കയുമായിട്ടായിരുന്നു ഒരു രാജ്യവുമായിട്ടുള്ള ഏറ്റവും വലിയ കയറ്റുമതി ഉണ്ടായിരുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ 27 രാജ്യങ്ങളുമായിട്ട് നമുക്ക് അതിനോട് അടുപ്പിച്ചുള്ള കയറ്റുമതി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് ഈ അമേരിക്ക പോയാൽ അമേരിക്കയുടെ കയറ്റുമതിയുടെ ഇരട്ടി യൂറോപ്യൻ യൂണിയൻ കരാറുമായിട്ടുള്ള കയറ്റുമതിക്കകത്ത് വരും. ഈ സമയം തന്നെ നമ്മൾ ബ്രിട്ടനുമായിട്ട് കരാറുണ്ടാക്കി, ആസ്ട്രേലിയയുമായിട്ട് കരാറുണ്ടാക്കി, ഈ GCC രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കി, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കി. അപ്പം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കുകയും ഈ നമ്മുടെ താരിഫിന്റെ വിഷയത്തിലും അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് പിടിക്കുന്ന വിഷയത്തിലുമൊക്കെ ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ആയിരുന്ന രാജ്യങ്ങൾ പോലും പ്രശ്നത്തിലായി, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം ഉപേക്ഷിച്ചു. ഇപ്പൊ തന്നെ ഗ്രീൻലാൻഡിന്റെ വിഷയം വന്നപ്പോൾ ബാക്കി നാറ്റോ എല്ലാം കൂടെ അമേരിക്കക്കെതിരെയാണല്ലോ. അപ്പൊ അമേരിക്കയ്ക്കകത്ത്, അതിപ്പോ യൂറോപ്യൻ യൂണിയനകത്ത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യം പറഞ്ഞു ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ്, കാനഡ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ്. അപ്പൊ യൂറോപ്യൻ നമ്മൾ കരാറല്ല, ചൈനയുമായിട്ട് കരാറിന് വേണ്ടി, അതായത് ചൈനയിലേക്ക് കയറി പോകുന്ന ഒരവസ്ഥ. അതുപോലെ ഇന്നലെ ചൈന പറഞ്ഞിട്ടുണ്ട് ട്രംപ് അല്ലെങ്കിൽ ഡോളർ വേണ്ട, അവരുടെ കറൻസി ഉണ്ട്, ആ കറൻസി വിനിയോഗം നിർത്താം. നമ്മൾ ബ്രിക്സുമായിട്ട് കരാറുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിൽ അവരുടെ ബ്രിക്സുമായിട്ട് കരാറുണ്ടെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ഇപ്പൊ അവരുടെ നാണയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തിക്കൊണ്ടിരിക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും ട്രംപിന്റെ അല്ലെങ്കിൽ ഡോളറിന്റെ വിനിമയത്തിനൊപ്പം നമ്മുടെ രൂപയിലുള്ള വിനിമയം നടത്താമെന്ന് പറഞ്ഞില്ലേ? ട്രംപിന് മനസ്സിലായി മൊത്തത്തിൽ പൊട്ടി പാളിഷായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. മാത്രമല്ല അവിടെ വീണ്ടും അടച്ചുപൂട്ടലായിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ആണ് ഇദ്ദേഹം നിക്കക്കള്ളിയില്ലാതെ പിടിക്കുന്നിടത്തെങ്ങും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? അപ്പൊ കാര്യങ്ങൾ പോയത് കൊണ്ട്, അതായത് നമ്മൾ എടുത്ത നിലപാടിന് അനുകൂലമായിട്ട് റഷ്യയുമായിട്ട് നമ്മൾ വലിയ കയറ്റുമതിയും കരാറും ഒക്കെ ആയില്ലേ? അപ്പൊ ലോകത്ത് അമേരിക്കയുമായിട്ടുള്ള താരിഫ് നമ്മൾ ഏർപ്പെടുത്തിയപ്പോൾ, നമ്മളെ വിരട്ടിയപ്പോൾ, മറ്റ് രാജ്യങ്ങൾക്കപ്പുറം നമ്മൾ അതിന് മറുമരുന്ന് കണ്ടു എന്നുള്ളത് മാത്രമല്ല, ജിയോ പൊളിറ്റിക്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന സഖ്യങ്ങളെ എല്ലാം പൊളിച്ച്, അതായത് യൂറോപ്യൻ യൂണിയനിലും അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിലേക്കകത്തെല്ലാം അത് പൊളിച്ചിട്ട് അവിടെ കയറി അവരുമായിട്ട് കരാറുണ്ടാക്കി, ഒരു പക്ഷേ ഇന്ത്യയുമായിട്ട് ഇനി കരാർ ഉണ്ടാവാതിരുന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഇതുവരെ ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്ന പോലെ കരാർ ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, കാർഷികോൽപ്പന്നങ്ങൾ, ഇവിടെ ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുമോ? ഇറക്കുമതി ചെയ്താൽ ഇവിടുത്തെ കർഷകർക്ക് ബാധിക്കില്ല. നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, പാൽ ഇറക്കുമതി ചെയ്യുമോ? അവിടുത്തെ നോൺ വെജ് പാൽ ഇറക്കുമതി ചെയ്യത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾക്കൊത്തൊന്നും ഇന്ത്യ നിന്ന് കൊടുക്കുന്ന അവസ്ഥയില്ല. എന്നാ പിന്നെ ഇത്ര നാൾ താമസിപ്പിക്കേണ്ടായിരുന്നു. അയാളുടെ അച്ചാരും തിട്ടൂരും ഒക്കെ അനുവദിച്ച് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം അത് യഥാർത്ഥത്തിലുള്ള സത്യം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ട്രംപിന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ആ അവസ്ഥയിൽ ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യവുമായിട്ട്, അതായത് ഇത്തരത്തിൽ സ്ഥിര എക്കണോമിയും അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിനകത്ത് സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഒരു രാജ്യം ഇന്ന് ലോകത്ത് ഇന്ത്യയാണ്. ആ ഇന്ത്യയുമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കമ്പോളമാണ് ഇന്ത്യ. ഈ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഏർപ്പെടാതെ ഇന്ത്യക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ആ ഒരവസ്ഥയിൽ ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെടാൻ വേണ്ടി പുള്ളി തീരുമാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ വിരട്ടാൻ വേണ്ടി വെച്ചിരുന്ന താരിഫുകളെല്ലാം ഒഴിവാക്കി ഏറ്റവും കുറഞ്ഞ താരിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ബ്രിട്ടനുമായിട്ടുള്ള, അതല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പൊ ചൈനയുടെ താരിഫ് ഇപ്പോഴും 35 കിടക്കുക. ആ രാജ്യങ്ങളെ കാട്ടി കുറച്ചുള്ള താരിഫിലേക്കായി. അതിൻ്റെ കൂടെ ഇയാൾക്ക് രാവിലെ ബോധം വരുമ്പോൾ പറയുന്ന കാര്യം, മറ്റ് കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുമെന്നോ അതിന് സമ്മതം മൂടുമെന്നോ വിചാരിക്കണം. ഇപ്പം ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നു, നമ്മുടെ ജയശങ്കർ അമേരിക്ക നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ റെയർ മെറ്റീരിയൽസിന്റെ വേറെ മീറ്റിങ്ങിന് വേണ്ടി, അതായത് വ്യാപാരക്കാരുടെ മീറ്റിങ്ങിന് വേണ്ടിയേ അല്ല. പിന്നെ താരിഫ് കുറച്ചെന്ന് പറഞ്ഞപ്പോൾ സ്വാഗതം.